മനുഷ്യത്വം. എന്താണ് മനുഷ്യത്വം? നിങ്ങൾക്ക് മനുഷ്യത്വമുണ്ടോ? ആരോടാണ് നിങ്ങൾ മനുഷ്യത്വം കാണിക്കുന്നത്? ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 43 ലാലേട്ടൻ തുടങ്ങിയത്. വീക്കെൻഡ് എപ്പിസോഡാണ്. സോ മനുഷ്യത്വം പറഞ്ഞുകൊണ്ട് തുടങ്ങിയതുകൊണ്ട് തന്നെ ഇന്ന് എവിക്ഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഈ ഒരു വീക്കിൽ ഹൗസിനുള്ളിൽ നടന്നത് ഏറ്റവും കൂടുതൽ തവണ പറഞ്ഞൊരു വേർഡാണ് തോന്നുന്നു മനുഷ്യത്വം എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് വീടിനകത്തുള്ള പലർക്കും മനുഷ്യത്വമില്ല. മനുഷ്യത്വത്തെ പറ്റി ഏറ്റവും കൂടുതൽ പറയുന്ന ആളുകൾക്ക് മനുഷ്യത്വമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് തനിക്ക് മനുഷ്യത്വമുണ്ടോ എന്ന് ചോദിക്കുന്ന ആളുകൾക്കും മനുഷ്യത്വമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ വേറൊരാളെ ചൊറിയുന്ന സമയത്ത് ഈ മനുഷ്യത്വം ഒന്നും അവർ കാണിക്കാറില്ല എന്ന് എനിക്ക് പല സമയത്ത് തോന്നിയിട്ടുണ്ട്. ഇവർ ഡൗൺ ആയിരിക്കുന്ന സമയത്ത് ഇവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മനുഷ്യത്വക്കാരെടുത്തിടും. അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ലാലേട്ടൻ അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. സോ മനുഷ്യത്വം എങ്ങനെയാണ് നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ എന്താണ് മനുഷ്യത്വം എന്നുള്ളത് ഓരോരുത്തരോടും ചോദിക്കുന്നു. അവർ ഓരോരുത്തരും ആൻസർ പറയുന്നു. അങ്ങനെ തുടങ്ങിയ ഒരു എപ്പിസോഡ് അവസാനിച്ചത് ജാസ്മിനെ പൊരിച്ചുകൊണ്ടാണ്. ജാസ്മിനെ ഇന്ന് ബിഗ് ബോസിൻ്റെ പൊന്നോമന പുത്രി ജാസ്മിൻ ഒരു കപ്പ് എന്നാണ് ഈ സീസണിൻ്റെ ടാഗ് ലൈൻ എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് എനിക്ക് മാത്രമല്ല, പല കാണുന്ന കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന പല പ്രേക്ഷകർക്കും അത് തോന്നിയിട്ടുണ്ട്. പറഞ്ഞതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടല്ലേ? ഓക്കെ, പ്രേക്ഷകർക്കും അത് തോന്നിയിട്ടുണ്ടെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ജാസ്മിൻ ഒന്ന് കരഞ്ഞാൽ, ജാസ്മിൻ ഒന്ന് ഡൗൺ ആയാൽ, ജാസ്മിൻ ഒന്ന് വിഷമിച്ചാൽ ബിഗ് ബോസിൻ്റെ ഹൃദയം തകർന്നു പോകുന്നൊരു ഫീലാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, അത് വിടാം. അപ്പം മനുഷ്യത്വം പറഞ്ഞു തുടങ്ങിയത് കൊണ്ട് തന്നെ മനുഷ്യത്തെ പറ്റിയിട്ട് ഓരോരുത്തരും തോരാതെ വാചാലമായിട്ട് അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ലാലേട്ടൻ ആ ഒരു ചാർജിങ്, അതായത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എല്ലാവർക്കും കുറച്ച് ചാർജ് കുറവാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ചാർജ് ചെയ്യാം എന്നുള്ള രീതിയിലൊരു ഗെയിം കൊണ്ടുവരുന്നു. കുഴപ്പമില്ല, അത് ഓരോരുത്തരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ചൊറിയാനുള്ള ഒരു ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് ഓരോരുത്തരുടെ പേര് പറഞ്ഞ് എന്തുകൊണ്ടാണ് ചാർജ് കുറവെന്നുള്ളതും ഇപ്പം നമുക്ക് അറിയാമല്ലോ അവിടെ ആരെയൊക്കെ പേര് പറയും എന്നുള്ളത്. തമ്മിൽ കൂറില്ലാതെ ഇത്രയും വൃത്തിയായിട്ടൊരു സീസൺ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. തമ്മിൽ ഒരു കൂറുമില്ല. കഴിഞ്ഞ സീസണൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ സീസൺ അതായത് അവിടെ ഇത്രയും വലിയൊരു ലെജൻഡായിട്ടുള്ളൊരു മനുഷ്യ ഫ്രണ്ട് നിൽക്കുമ്പം അറ്റ്ലീസ്റ്റ് ഒന്ന് ബഹുമാനിക്കാൻ പഠിക്കാം. റസ്മി, ബഹുമാനം എന്ന് പറയുന്നത് 7 അയലത്തൂടെ പോയിട്ടില്ല. ഇവളൊക്കെ ഒരു ടീച്ചറാണോ? കാരണം ലാലേട്ടൻ്റെ മുഖത്ത് നോക്കി ഒരു പിച്ച ഭാവത്തോടുകൂടിയാണ് നിൽക്കുന്നത്. കാണിക്കുന്നത് മൊത്തം തന്തയിലായ്മ. എന്നിട്ട് അവൾ പറയുന്ന ന്യായങ്ങൾ കേൾക്കണം. ഇന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ജയിലിനുള്ളിൽ പവർ ടീമിൻ്റെ പനീർ കൊണ്ട് കൊടുത്തതിനും എല്ലാത്തിനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗബ്രിക്ക് കൊടുത്തു, ജാസ്മിൻ ഒന്ന് ശരിക്കും ഇട്ടിട്ടുണ്ട്. ജാസ്മിൻ്റെ ഹൈജീൻ, മൈക്ക് ധരിക്കാതിരിക്കുക. അതേപോലെ തന്നെ ജാസ്മിൻ ഒരു സന്തോഷ വാർത്തയായിട്ട് ജാസ്മിൻ ഈ വീക്കിലെ ഡയറക്റ്റ് നോമിനേഷനിലോട്ട് ലാലേട്ടൻ എടുത്തിട്ടുണ്ട്. മൈക്ക് ധരിക്കാതിരിക്കുന്നത് കൊണ്ട് പവർ ടീം അല്ലല്ലോ, മറ്റേ പോയിൻറ്റ്സ്, ലക്ഷറി പോയിൻറ്റ് കട്ട് ചെയ്യണോ അതോ ഡയറക്റ്റ് നോമിനേഷനിലുണ്ടെന്ന് ചോദിച്ചു. ഇട്ടോളാൻ പറഞ്ഞു ജാസ്മിൻ. അപ്പം അതെന്തായാലും ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്ന് ക്യാപ്റ്റൻസി, ജിൻഡോയുടെ ക്യാപ്റ്റൻസി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അതും മറ്റേ ഒരു പപ്പറ്റാണെന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാർ അത് സപ്പോർട്ട് ചെയ്യുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ഒരു ട്രോഫി പപ്പറ്റ് എന്നുള്ളൊരു സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട്. 8 പേര് പപ്പറ്റാണെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവർ ജിൻഡോയെ സപ്പോർട്ട് ചെയ്തു. ജിൻഡോയുടെ അത്ര മോശം ക്യാപ്റ്റൻസി ആണെന്നൊന്നും ഞാൻ പറയില്ല. കാരണം അത്യാവശ്യം ജിൻഡോയെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ജിൻഡോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തിപ്പം പറയുന്ന ജാസ്മിനും ഗബ്രിയും റസ്മിനും കാണിക്കുന്ന തന്തയില്ലായ്മ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൈക്കിടത്തില്ല. അവിടെ കാണിക്കുന്നതൊക്കെ ഇപ്പം എനിക്ക് ഏറ്റവും ഡബിൾ സ്റ്റാൻഡേർഡായിട്ട് ജാസ്മിന് തോന്നാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിൻ പുറത്ത് പറയുന്നത് ജാസ്മിൻ അവളുടെ ആ ഒരു കാസ്റ്റിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അവൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് അതിൽ നിന്നുകൊണ്ടാണ്. അതായത് നെയിൽ പോളിഷ് ഇടില്ല, പെർഫ്യൂം അടിക്കില്ല, അങ്ങനെ കുറേ സാധനങ്ങൾ പറയുന്നു. എന്നിട്ട് ഇതിനകത്ത് വന്നിട്ട് ഇത് കേരളമാണ്, കേരളം മാറിയെന്ന് ഞാൻ വിചാരിച്ചു ഇങ്ങനെ കാണിച്ചത്. അതായത് പലരും ഇപ്പം തന്നെ പറയുന്നുണ്ട് ജാസ്മിൻ പോളിഗമിയാണ് എന്നുള്ളത്. അതായത് ഒന്നിൽ കൂടുതൽ പാർട്ണറുണ്ട് എന്നുള്ള രീതിയിൽ സംസാരം വരുന്നുണ്ട്. നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ കുറച്ച് ഡബിൾ സ്റ്റാൻഡേർഡ്, അതായത് പുറത്ത് വേറൊരു ജാസ്മിനും അകത്ത് വന്നപ്പോൾ ഭയങ്കര അമേരിക്കയിൽ ജനിച്ച ജാസ്മിൻ്റെ സ്വഭാവമാണ് ഇപ്പോൾ ജാസ്മിനോടെ കാണിക്കുന്നത്. അത് മറ്റേ ഡബിൾ ഡാഡി സിൻഡ്രോം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ജിൻഡോയുടെ ക്യാപ്റ്റൻസിയെ പറ്റി പറയുന്നു, പിന്നെ ജയിലിഷുവിനെ പറ്റി പറയുന്നു, പിന്നെ ജാസ്മിൻ ചേച്ചിയുടെ ചെരുപ്പിടാതിരിക്കാൻ തനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുന്നു. ഇപ്പോഴും ജാസ്മിൻ പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിൽ ചെരുപ്പിടാറില്ല, എനിക്കിതാണ് കംഫർട്ട്, ഞാൻ ഇടാത്തത്. ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, ഇതൊരു ഷോ ആണെന്നറിയില്ലേ? വീട്ടിലെ അവളുടെ ഗുണവധികാരം കാണാനല്ലോ നമ്മളിരിക്കുന്നത്. എന്തായാലും അതിന് ഒരു ചെരുപ്പൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. പിന്നെ ജിൻഡോയുടെ മറ്റേ ഗ്യാസ് ട്രബിളിൻ്റെ സാധനത്തിന് ജിൻഡോയ്ക്കും ഒരു ഗ്യാസിൻ്റെ ഗുളികയും എയർ ഫ്രഷ്നറൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ
മൊത്തത്തിൽ ഇന്നൊരു രസകരമായിട്ടുള്ള എപ്പിസോഡാണ്. നാളത്തെ ഒരു പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളുടെ സിബിൻ മൊത്തത്തിൽ ഡൗൺ ആയി കൺഫെഷൻ റൂമിൽ പോകുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ പൂജയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. പൂജയെ എടുത്തുകൊണ്ട് മെഡിക്കൽ റൂമിൽ പോകുന്നൊരു സിറ്റുവേഷൻ സ്ട്രക്ചറിൽ എന്താ സംഭവം എന്നറിയില്ല. അത് നാളത്തെ എപ്പിസോഡല്ല, നാളത്തെ ലൈവ് കാണുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. എന്തായാലും എന്തോ വലിയ സംഭവം നടക്കാൻ പോകുന്നുണ്ട്. ഇനിയിപ്പം ഇപ്പോൾ ഓൾറെഡി 3 നോമിനേഷൻ ഉണ്ട്. ഇപ്പം അഭിഷേക് 2ാമത്തെ വീക്കാണ്, അഭിഷേകിൻ്റെ 2ാമത്തെ വീക്ക്. പിന്നെ സിബിൻ, ഇപ്പം ജാസ്മിൻ, 3 പേര് ഓൾറെഡി ഉണ്ട്. ഇനിയൊരു 4 പേരെ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോളം ഒന്ന് തികയ്ക്കാമെന്നുള്ളതാണ്. എന്തായാലും ശ്രീതു വരില്ല, പവർ ടീമിൽ നിൽക്കുന്നത്. ഇനി പവർ ടീമിനകത്തോട്ട് കയറണം അല്ലേ, 2 പേരെ കയറേണ്ടി വരും. അല്ല, 2 പേരെ കയറണ്ട, ഒരാളെ കയറേണ്ടി വരും. ശ്രീരേഖ ഓൾറെഡി പവർ ടീമിലുണ്ട്. അപ്പോൾ ഇനി ഒരാളെ കൂടി കയറേണ്ടി വരും. അതിപ്പോൾ മിക്കവാറും എനിക്ക് തോന്നുന്നത് ജിൻഡോയെ കയറ്റാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം പവർ ടീമിനൊരു മത്സരമായ സമയത്ത് പിടിച്ചിരിക്കാനായിട്ട് ജിൻഡോയെ കയറാനുള്ളൊരു ചാൻസ് എനിക്ക് തോന്നുന്നുണ്ട്. അവർ സിബിൻ ബാക്കിൽ നിന്ന് കളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നാളെ സിബിൻ്റെ സിറ്റുവേഷൻ എന്താണ്, ഡൗൺ ആയിരിക്കും സിബിൻ, എങ്ങനെ കൺഫെഷൻ റൂമിൽ തിരിച്ചു വരും, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് ഇനി നാളെ കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് വളരെ കുഴപ്പമില്ലാതെ ഇന്നലെ ലാലേട്ടൻ ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ഈ പറഞ്ഞ ഒരു ജിൻഡോ കാണില്ല, സിബിൻ കാണിച്ചത് മാത്രം വലിയ പ്രശ്നം, ബാക്കിയുള്ളവർ കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ല എന്നുള്ള രീതിയിലൊരു ടോക്ക് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇന്ന് ജാസ്മിൻ ശരിക്കും കൊടുത്തത്. എന്തായാലും കിട്ടേണ്ടതാണ്. മറ്റേ ജയിലിലൊക്കെ വെച്ചിട്ട് ഹഗ് ചെയ്യാനൊക്കെ പോകുന്നത് എന്തോന്നറിയത്, ഇത് മറ്റേ MTTVയിലെ അല്ല, അതല്ലേ MTVയിലെ സ്പ്രിറ്റ്സ് വില്ലേ അല്ല സണ്ണി ലിയോൺ ചെയ്യുന്ന, ഇത് ലാലേട്ടൻ ചെയ്യുന്ന ബിഗ് ബോസ് സീസൺ 6 ആണ്. മറ്റേ അവിടെ ന്യൂഡിറ്റിയോ കിസ്സോ എന്ത് വേണോ കാണിച്ചു. ഇത് അറ്റ്ലീസ്റ്റ് ഇത് കാണിക്കരുതെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. എനിക്കിപ്പോൾ കാണിച്ചാലും കാണിച്ചില്ലല്ലോ എനിക്കൊരു യാതൊരു പ്രശ്നമില്ല, ഞാൻ കാണും. ഇത് പിന്നെ മറ്റേ ഇവിടെ കാണിച്ചിട്ട് അവിടെ പോയിട്ട് അത് ശരിയല്ലല്ലോ എന്ന് പറയുന്ന സ്വഭാവമാണ് എനിക്ക് ഇഷ്ടമല്ല. അത് ജാസ്മിൻ പുറത്തുള്ള ഇൻ്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാവും ജാസ്മിൻ അങ്ങനെയുള്ള ആളായിരുന്നു എന്ന്. ബിഗ് ബോസിനകത്ത് കയറിയുള്ള ജാസ്മിനെ അല്ല പുറത്ത് ജാസ്മിൻ എന്നുള്ളത് ഇൻ്റർവ്യൂ കണ്ട പലർക്കും അത് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ജാസ്മിന് നേരെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വെളിയിൽ. ജാസ്മിൻ ഇടയ്ക്കിടെ കയറി പോകാറുണ്ടായിരുന്നു. മറ്റേ അസ്ലാമാറിലെ ഇഷ്യൂ എന്താണെന്നൊന്നും എനിക്കറിയാം, ഞാൻ അത് കണ്ടിട്ടില്ല. എന്തായാലും അങ്ങനെ കുറേ സമയം എയറിൽ പോയിട്ടുള്ളൊരു ചേച്ചിയാണ്. അപ്പം എനിക്കൊന്ന് സായി ജിൻഡോയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അത് നന്നായിട്ടുണ്ട്. പിന്നെ നോറ സംസാരിക്കില്ല, നമുക്കറിയാം. ഗബ്രി, ജാസ്മിൻ, റസ്മിൻ, ഇവരിത്രയും പേര് സംസാരിക്കില്ല. ആരെയെ സപ്പോർട്ട് ചെയ്യും, സിബിനെ ഒന്നും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല എന്നറിയാം. പിന്നെ ശ്രീതു അർജുൻ ഒരു കയ്യേലപ്പുറത്തെ തേങ്ങയാണ്. ഇനിയിപ്പോൾ പുതിയ ക്യാപ്റ്റനായിട്ട് വന്ന ശ്രീതുവിന് എന്ത് കാണിക്കുന്നുള്ളത് ഈ വീക്ക് കാണണം. എന്തായാലും അങ്ങനെയായിരുന്നു ഇന്ന് അവയവദാനത്തിൻ്റെ ആദ്യം ഞാൻ പറയാൻ മറന്നല്ലേ, ആ ഒരു ചെറിയൊരു ആക്ട് ഉണ്ടായിരുന്നു സിബിനും ശ്രീരേഖയും കൂടെ. അത് ഭയങ്കര അപ്രിസിയേഷൻ ലാലേട്ടൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവയവദാനത്തെ പറ്റിയിട്ടൊക്കെ ഒരു സംസാരം അകത്തും പുറത്തും നടന്നിട്ടുണ്ട്. അപ്പം കണ്ടസ്റ്റൻസിന് അവയവദാനം ചെയ്യാനൊരു താല്പര്യമുണ്ട് എന്നൊക്കെ ശ്രീരേഖ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്തത്. എന്തായാലും കുഴപ്പമില്ലാതെ പോയ, എന്നാൽ ലാലേട്ടനെ അത്യാവശ്യം പെർഫോം ചെയ്യാൻ പറ്റുന്നൊരു എപ്പിസോഡായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ ലാലേട്ടൻ ഇതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. പുള്ളി എല്ലാവരോടും ഒരു മയത്തിൽ കൂടുതലൊന്നും ദേഷ്യപ്പെടാറില്ല. അത് പുള്ളിയുടെ ക്യാരക്ടർ അങ്ങനെയാണ്, അതുകൊണ്ടാണ്. അല്ലെ പിന്നെ പക്ക വേറൊരു ക്യാരക്ടറായിട്ട് ഡയലോഗ്സ് എഴുതി കൊടുത്താൽ പുള്ളി ദേഷ്യപ്പെടും, അല്ലാണ്ട് പുള്ളി ദേഷ്യപ്പെടില്ല. അപ്പോൾ ഇത്രയൊക്കെ ലാലേട്ടൻ നിന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ ഞാനും. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ ഒരു റിവ്യൂ വൈൻഡപ്പ് ചെയ്യാണ്.